ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്നത് ആപ്തവാക്യമാക്കി കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ നാട്ടിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രന്ഥാലയ ഹാളിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള നിർവഹിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചു അത് ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേപോലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഗ്രന്ഥാലയത്തിനോട്. എന്താ വെച്ചാൽ നമുക്കിപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമില്ല, ജോലിക്ക് പോകണം. അവർ രാവിലെ പോയി വൈകുന്നേരം മാത്രമേ വീട്ടിലെത്തുന്നുള്ളൂ, അല്ലേ? എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല, എന്നാലും ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റേതിലും കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. കാരണം നമ്മളെ മക്കൾക്ക് സമയമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ നമ്മളെന്താക്കും, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന അച്ഛനമ്മമാർ ഒരുപാട് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെന്നല്ലേ നമ്മുടെ എന്ത് അസുഖമാണോ നമുക്കുള്ളത്. നമ്മൾ പലപ്പോഴും പെണ്ണുങ്ങളാകുമ്പോൾ നമുക്കുള്ള അസുഖങ്ങളൊന്നും പറയാറില്ല. ഗ്രന്ഥാലയം പ്രസിഡന്റ് വി.കെ. രതീശൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ എ.കെ. നിത്യ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം.കെ. പ്രസന്ന, പഞ്ചായത്ത് അംഗം എം.വി. അനിത, ഗ്രന്ഥാലയം സെക്രട്ടറി വി. സത്യചന്ദ്രൻ, ഡോക്ടർ ഹിമ മോഹൻദാസ്, പി.സി. രാധാകൃഷ്ണൻ, കെ.വി. വിനോദ്, ടി.വി. ലളിത എന്നിവർ പ്രസംഗിച്ചു. ഉച്ചവരെ നീണ്ട ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ വയോധികരും യുവജനങ്ങളും ഉൾപ്പെടെ 100-ൽ പരം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.